Habemus Papam. വർഷം 1978 സെപ്റ്റംബർ 29. സ്ഥലം വത്തിക്കാൻ. സമയം രാവിലെ 8 മണി. അപ്പോഴാണ് വത്തിക്കാൻ പ്രസ് ഏജൻസിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നത്. ആ വാർത്ത കേട്ട് കത്തോലിക്ക സഭ നടുങ്ങി. ആ നടുക്കം ലോകത്തിൻ്റെ മുഴുവൻ നടുക്കമായി മാറാൻ തെല്ലും സമയമെടുത്തില്ല. വത്തിക്കാൻ പുറത്തുവിട്ട ആ വാർത്ത ഇപ്രകാരമായിരുന്നു: ഇന്ന് വെളുപ്പിന് 5:30 പരിശുദ്ധ പിതാവ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയെ മരിച്ച നിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു മാർപ്പാപ്പയുടെയും മരണം ഇത്രത്തോളം കത്തോലിക്ക സഭയെയോ ലോകത്തെയോ ഞെട്ടിച്ചിട്ടില്ല. കാരണം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ പദവിയിലെത്തിയിട്ട് വെറും 33 ദിവസം മാത്രമേ അപ്പോൾ ആയിരുന്നുള്ളൂ. 33 ദിവസം മാത്രം പത്രോസിന്റെ പിൻഗാമിയായിരുന്ന ജോൺ പോൾ ഒന്നാമൻ അപ്പോസ്തലിക യാത്രകൾ ഒന്നുപോലും നടത്താത്ത, ഒരു വിശുദ്ധ പദപ്രഖ്യാപനവും നടത്താത്ത ആധുനിക കാലത്തെ ഏക മാർപ്പാപ്പ. സഭയെ നവീകരിക്കാനും സഭയ്ക്കും സമൂഹത്തിനും ഏറെ സംഭാവനകൾ നൽകാനും ബാക്കി നിൽക്കെ വെറും 65-ാം വയസ്സിൽ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ ജോൺ പോൾ ഒന്നാമൻ പാപ്പ. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? ആ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകൾ അവശേഷിക്കുന്നുണ്ടോ? ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മരണത്തിന്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഇന്നും ലോകം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയും കഥകളും ഉപകഥകളും ഇറക്കി ഇപ്പോഴും കുപ്രചാരണങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ മരണത്തിന്റെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക്, സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ലോകം നടുങ്ങിയ നിമിഷങ്ങൾ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡ്. എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒക്ടോബർ 17 വടക്കൻ ഇറ്റലിയിലെ വെനറ്റോ മേഖലയിലെ ബെല്ലിനോയിലെ ഫെർണോഡി കാനലിലായിരുന്നു ജോൺ പോൾ ഒന്നാമന്റെ ജനനം. ആൽബിനോ ലൂസിയാനി എന്നായിരുന്നു പേര്. ദരിദ്ര കുടുംബമായിരുന്നു അവരുടേത്. ഇഷ്ടിക പണിക്കാരനായിരുന്നു പിതാവ്. 4 മക്കളിൽ മൂത്തയാളായിരുന്നു ആൽബിനോ. ജനന സമയത്ത് തന്നെ ആരോഗ്യപരമായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രകടമാക്കിയിരുന്നതിനാൽ ജീവനോടെ കിട്ടുമോ എന്ന് ഡോക്ടേഴ്സ് പോലും ഭയന്നിരുന്നു. അതുകൊണ്ട് ജനിച്ചു വീണ നിമിഷം തന്നെ കുഞ്ഞിന് മാമോദിസ നൽകി. പിന്നീട് അപകടഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ദേവാലയത്തിൽ വെച്ച് ക്രമപ്രകാരമുള്ള മാമോദിസ നൽകിയത്. 12 വയസ്സുവരെ സാധാരണക്കാരനായ ഒരു ബാലനെ കണക്കെയുള്ള ജീവിതമായിരുന്നു ആൽബിനോ നയിച്ചിരുന്നത്. എന്നാൽ ആ അവധിക്കാലത്ത് നടന്ന ഒരു സംഭവം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഗ്രാമത്തിൽ ധ്യാനം നയിക്കാൻ വന്ന കപ്പൂച്ചിൻ വൈദികരെ കണ്ടുമുട്ടിയതായിരുന്നു അത്. അവരുടെ പ്രസംഗവും ശൈലിയും ആൽബിനോയെ വല്ലാതെ ആകർഷിച്ചു. ഒരു പുരോഹിതനാകണമെന്ന ആഗ്രഹം അവർ അവനിൽ ജനിപ്പിച്ചു. ഇക്കാര്യം ആൽബിനോ ആദ്യം അറിയിച്ചത് സ്വന്തം പിതാവിനെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മകന്റെ വാക്കുകൾ അത്യന്തം സന്തോഷപ്രദമായിരുന്നു. മകനെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ച പിതാവ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനും മറന്നില്ല: നീ ഒരു പുരോഹിതനാകുമ്പോൾ നീ പാവപ്പെട്ടവരുടെ പക്ഷത്തായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ക്രിസ്തു എന്നും പാവങ്ങളുടെ പക്ഷത്തായിരുന്നു. അപ്പന്റെ ഉപദേശമനുസരിച്ചായിരുന്നു പിന്നീടൊന്നും ആ മകന്റെ ജീവിതമെന്നത് ഒരു ചരിത്രം. 1923 ആഗ്രഹം പോലെ ലൂസിയാനി സെമിനാരിയിൽ ചേർന്നു. 1935 ജൂലൈ 7 പുരോഹിതനുമായി. വൈദികനായി തീർന്ന ലൂസിയാനി പിന്നീട് പലതവണ മെത്രാൻ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ഉയരം തുടങ്ങിയ മാനദണ്ഡങ്ങൾ വെച്ച് അവയെല്ലാം നിരസിക്കപ്പെടുകയായിരുന്നു. പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചു. 1958 ഡിസംബർ 15 ജോൺ 23-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിർട്ടോറിയോ വെനറ്റോയുടെ മെത്രാനായി നിയമിച്ചു. അധ്യാപകനും സേവകനുമായ മെത്രാനായി തീരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനം. മെത്രാനായതിൻ്റെ ഏറ്റവും വലിയ വ്യക്തിപരമായ നന്മ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചത് 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ എല്ലാ സെക്ഷനുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജോൺ 23-ാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ 2ാം വത്തിക്കാൻ കൗൺസിൽ സഭാ നവീകരണത്തിൻ്റെ കാറ്റുവീശിയ മഹാസംഭവമായിരുന്നല്ലോ.
സഭയിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഒട്ടുമിക്ക നന്മകൾക്കും കടപ്പെട്ടിരിക്കുന്നതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടാണ്. കൗൺസിലിനെ കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന പേരിൽ അദ്ദേഹം അക്കാലത്ത് ഒരു പാസ്റ്ററൽ കത്ത് പുറത്തിറക്കുകയുമുണ്ടായി. 1971 റോമിൽ നടന്ന മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുത്തപ്പോൾ ബിഷപ്പ് ആൽബിനോ ലൂസിയാനി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വളരെ പുരോഗമന സ്വഭാവമുള്ളതും പരിവർത്തനാത്മകവുമായിരുന്നു. വ്യവസായികവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിലെ രൂപതകൾ അവരുടെ വരുമാനത്തിൻ്റെ 1% മൂന്നാം ലോക രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ടല്ല, അർഹതപ്പെട്ട വിധത്തിൽ നൽകിയിരിക്കണമെന്നായിരുന്നു ബിഷപ്പ് ആൽബിനോയുടെ നിർദ്ദേശം. അനീതികൾക്കുള്ള നഷ്ടപരിഹാരമായും സാമൂഹിക പാപത്തിന് പരിഹാരമായും അത് ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. 1973 പോൾ ആറാമൻ പാപ്പ ബിഷപ്പ് ആൽബിനോയ്ക്ക് കർദിനാൾ സ്ഥാനം നൽകിയത്. അതിനടുത്ത ദിവസങ്ങളിൽ ഫാത്തിമ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ വേളയിലായിരുന്നു സുപ്രധാനമായ ആ കൂടിക്കാഴ്ച നടന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സിസ്റ്റർ ലൂസിയുമായിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച. കണ്ടുമുട്ടലിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സിസ്റ്റർ ലൂസിയയുടെ പരിശുദ്ധ പിതാവേ എന്ന സംബോധന അദ്ദേഹത്തിന് ഞെട്ടലുളവാക്കി. എന്നാൽ വരാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തലിന്റെ അനന്തരഫലമായിരുന്നു ആ സംബോധനയെന്ന് അദ്ദേഹം അപ്പോൾ മനസ്സിലാക്കിയില്ല. 1978 ഓഗസ്റ്റ് 6 ലോകം നടുങ്ങിയ മറ്റൊരു ദിനം. അന്നാണ് പോൾ ആറാമൻ മാർപ്പാപ്പ ദിവംഗതനായത്. പോൾ ആറാമൻ പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനുമുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ എത്തിച്ചേർന്നു. അക്കൂട്ടത്തിൽ വെനീസിൽ നിന്നുള്ള പാത്രിയാർക്ക കർദിനാൾ ആൽബിനോ ലൂസിയാനോയും ഉണ്ടായിരുന്നു. 25, 26 തീയതികളിലായിട്ടായിരുന്നു കോൺക്ലേവ്. ഇപ്പോഴെന്നതുപോലെ സിസ്റ്റൈൻ ചാപ്പൽ അന്നും ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച ദിവസങ്ങളായിരുന്നു അത്. സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിലൂടെ വരുന്ന പുകയുടെ നിറം നോക്കി ലോകം ആകാംക്ഷഭരിതരായി നിൽക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിന്റെ അടഞ്ഞ വാതിലുകൾക്കപ്പുറം കർദിനാൾമാർ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1970 ഇൻഗ്രേവ് സെന്റം എറ്റാറ്റയും പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കോൺക്ലേവ് ആയിരുന്നു അന്ന് നടന്നത്. ഇതനുസരിച്ച് 80 വയസ്സ് തികഞ്ഞ കർദിനാൾമാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. അതിൽ പ്രകാരം 15ഓളം കർദിനാൾമാർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. കോൺക്ലേവ് ചടങ്ങുകൾ ആരംഭിച്ചിരുന്നത് മോൺസിഞ്ഞോർ വിർജിലിയോയുടെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹമായിരുന്നു ചാപ്പലിന്റെ വാതിലുകൾ പൂട്ടിയതും മറ്റെല്ലാ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയതും. കർദിനാൾ വില്ലോട്ടയായിരുന്നു അധ്യക്ഷൻ. വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു അന്ന്. സിസ്റ്റൈൻ ചാപ്പലിൽ ജനാലകളും വാതിലുകളും അടച്ചിട്ടിരുന്നതിനാൽ കടുത്ത ചൂട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ബെൽജിയംകാരനായ കർദിനാൾ ലിയോ സുനൻസ് അതേക്കുറിച്ച് പിന്നീട് എഴുതിയത് ഇപ്രകാരമായിരുന്നു: എൻ്റെ മുറി ഒരു അടുപ്പായിരുന്നു, ചൂടെടുത്ത് ഞാൻ പുകഞ്ഞു. അതുവരെ കൂടിയ കോൺക്ലേവുകളിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു 1978 നടന്ന ഈ കോൺക്ലേവ്. മാത്രവുമല്ല, ഈ കോൺക്ലേവിൽ സമീപഭാവിയിലെ 3 കർദിനാൾമാരും പങ്കെടുത്തിരുന്നു. ജോൺ പോൾ ഒന്നാമൻ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് 16 എന്നിവരായിരുന്നു അവർ. പിൽക്കാലത്തെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്ന കർദിനാൾ വോയ്റ്റീവ, കർദിനാൾ അലോസിയോ, കർദിനാൾ ലോൺ ഷെഡർ, കർദിനാൾ ബെർണാർഡിൻ ഗാൻറ്റിൻ എന്നിവരായിരുന്നു ബാലറ്റിംഗ് സമയത്ത് സൂക്ഷ്മ പരിശോധന നടത്തിയത്. താൻ തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമോ എന്ന ചില സൂചനകൾ കർദിനാൾ ലൂസിയാനയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആശങ്കകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാർപ്പാപ്പ സ്ഥാനം താൻ നിരസിക്കുമെന്നായിരുന്നു അദ്ദേഹം സെക്രട്ടറിയോട് പറഞ്ഞത്. പക്ഷേ ലൂസിയാനയുടെ ഇരുവശങ്ങളിലുണ്ടായിരുന്ന കർദിനാൾമാരായ ജോഹന്നാസ് വില്ലബ്രാൻഡും അന്റോണിയോ റിബേറോയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന്റെ തിരഞ്ഞെടുപ്പിനെ അവഗണിക്കരുതെന്ന സ്നേഹപൂർവമായ തിരുത്തലായിരിക്കാം അത്. കർദിനാൾ ജസിൻ കർദിനാൾ ലൂസിയാനോയോട് പറഞ്ഞു, നിങ്ങൾ പുതിയ പാപ്പ ആയിരിക്കും. 4ാമത്തെ ബാലറ്റിൽ ലൂസിയാനോ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അംഗീകരിക്കുന്നുവോ എന്ന കർദിനാൾ ജീൻ മാരി വില്ലോട്ട് കർദിനാൾ ലൂസിയാനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ ചെയ്തതിന് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്നായിരുന്നു കർദിനാൾ ലൂസിയാനോയുടെ മറുപടി. വൻപിച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു കർദിനാൾ ലൂസിയാനോ
മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നു മുതൽ കർദിനാൾ ലൂസിയാനോ ജോൺ പോൾ ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആരംഭിച്ചു. ലാറ്റിൻ പദമായ ഹുമിലിറ്റാസ് എന്ന വാക്കാണ് തൻ്റെ മുദ്രാവാക്യമായി ജോൺ പോൾ ഒന്നാമൻ സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥമാകട്ടെ വിനയമെന്നും. മാർപ്പാപ്പ പദവിയെ മാനുഷികവൽക്കരിക്കൽ നടത്തിയ ആദ്യത്തെ പാപ്പ ജോൺ പോൾ ഒന്നാമനായിരുന്നു. സ്വയം വിശേഷിപ്പിക്കാൻ നാം എന്ന രാജകീയ പദം ഉപയോഗിച്ചു വന്നിരുന്ന പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായി ഞാൻ എന്ന ഏകവചന രൂപമാണ് ജോൺ പോൾ ഒന്നാമൻ ഉപയോഗിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പതിപ്പുകൾ പകർത്തിയെഴുതിയവർ ഔദ്യോഗിക രേഖകളിലും മറ്റും നാം എന്ന വിശേഷണം തന്നെയാണ് പുനഃസ്ഥാപിച്ചത്. അതുപോലെ മാർപ്പാപ്പമാർ ഉപയോഗിച്ചു വന്നിരുന്ന കിരീടം ധരിക്കാനും അദ്ദേഹം വിസമ്മതിച്ചു. കിരീട ധാരണത്തിനു പകരം റോമിലെ മെത്രാൻ എന്ന പദവിയുടെ പ്രതീകമായി പേപ്പൽ പാലിയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അന്നുവരെയുള്ള മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലെ വ്യത്യസ്തനായ പാപ്പായായിരുന്നു ജോൺ പോൾ ഒന്നാമൻ. മാർപ്പാപ്പമാർ പൊതുവെ ഗൗരവ പ്രകൃതികളായി ചിത്രീകരിക്കപ്പെടുകയും ചിത്രങ്ങളിൽ ഒരിക്കലും പുഞ്ചിരിയെ ഒരാവരണമായി കരുതപ്പെടാതെ പോകുകയും ചെയ്തിരുന്ന കാലത്താണ് സുസ്മേര വദനനായി ജോൺ പോൾ ഒന്നാമൻ പാപ്പ കടന്നു വന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയായിരുന്നു. തന്മൂലം അവർ അദ്ദേഹത്തിന് ഒരു വിശേഷണം നൽകി, പുഞ്ചിരിക്കുന്ന പാപ്പ. ഈ പുഞ്ചിരി അദ്ദേഹത്തെ വളരെയധികം ജനകീയനാക്കി. പുഞ്ചിരിയോടെ മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. സാധാരണക്കാരോടും ഉന്നതരോടും ഇടപെടുമ്പോൾ ഒന്നുപോലെ പുഞ്ചിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പുഞ്ചിരി കൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും മറ്റുള്ളവർക്ക് അനുഭവേദ്യമാക്കി മാറ്റുവാനും ജോൺ പോൾ ഒന്നാമന് സാധിച്ചിരുന്നു. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറെ പരിചിതമായ ഏതെങ്കിലുമൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. വളരെയധികം എളിമയുള്ള വ്യക്തിയായിരുന്നു ജോൺ പോൾ ഒന്നാമൻ പാപ്പ. തൻ്റെ പരിമിതികളും പരിധികളും മനസ്സിലാക്കുക മാത്രമല്ല, അത് മറച്ചുവെക്കാനും ജോൺ പോൾ തയ്യാറായിരുന്നില്ല. അതിനേറ്റവും മികച്ച ഉദാഹരണമായിരുന്നു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് നടത്തിയ പ്രസംഗം. 20 വർഷമായി ഞാൻ വെനീസിലും വെനറ്റോയിലും മെത്രാനായി ജോലി നോക്കിയെങ്കിലും ഇതുവരെയും ഞാൻ ജോലി നന്നായി പഠിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം എന്ന ഏറ്റുപറച്ചിലായിരുന്നു അത്. ഒരാൾക്ക് നല്ലത് ആശംസിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരാൾക്കും നന്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നായിരുന്നു ജോൺ പോൾ ഒന്നാമൻ്റെ വിശ്വാസം. വൈദികനായതിനു ശേഷം ഒരു ഇടവകയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് തൻ്റെ പരിമിതികളെ അദ്ദേഹം മറയ്ക്കാതെ വെളിപ്പെടുത്താൻ തയ്യാറായത്. 1935 ജൂലൈയിൽ പട്ടം കിട്ടിയതിനു ശേഷം കാനലദെ അഗോർദോ ദൈവാലയത്തിൽ 6 മാസം ക്യൂറേറ്ററായി സേവനം അനുഷ്ഠിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. സെമിനാരി റക്ടറും പ്രൊഫസറുമായി ഇക്കാലത്ത് അദ്ദേഹം സേവനം ചെയ്തിരുന്നു. മെത്രാനായി അവരോധിക്കുന്നതിന് മുമ്പ് ചാൻസലറായും ജോലി ചെയ്തിരുന്നു. ജോൺ പോൾ ഒന്നാമന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹമാണ് ആദ്യമായി 2 പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പ എന്നതാണ്. ജോൺ 23-ാമൻ, പോൾ 6-ാമൻ, പിയൂസ് 10-ാമൻ, പിയൂസ് 12-ാമൻ എന്നൊക്കെയായിരുന്നു മുൻഗാമികളുടെ പേരെങ്കിൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ജോൺ പോൾ എന്നീ 2 പേരുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. തൻ്റെ മുൻഗാമികളോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായിട്ടായിരുന്നു ആ പേര് സ്വീകരിച്ചത്. അതായത് തൻ്റെ മുൻഗാമികളായ ജോൺ 23-ാമൻ്റെയും പോൾ 6-ാമനെയും സ്മരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. വെനീസിലെ പാത്രിയാർക്കായിരുന്ന അവസരത്തിലായിരുന്നു ജോൺ 23-ാമൻ പാപ്പ ജോൺ പോൾ ഒന്നാമനെ മെത്രാനാക്കിയത്. പോൾ 6-ാമൻ പാപ്പയാണ് ജോൺ പോൾ ഒന്നാമനെ വെനീസിലെ പാത്രിയാർക്കെയും കർദിനാളുമാക്കിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ജോൺ മാർപ്പാപ്പ തീരുമാനിച്ചിരിക്കുന്നു. എത്ര അയോഗ്യനാണെങ്കിലും വെനീസിൽ പോപ്പ് ജോണിന്റെ ഓർമ്മകൾ സജീവമായി നിലനിൽക്കുന്ന വെനീസിൽ ഞാൻ അദ്ദേഹത്തിന് ശേഷം സ്ഥാനമേറ്റുവെന്നും പോൾ പാപ്പ എന്നെ കർദിനാളാക്കി മാത്രവുമല്ല അദ്ദേഹം വഹിച്ചിരുന്ന ഭാരം എൻ്റെ തോളിലേക്ക് വെച്ചു തന്നിരിക്കുന്നുവെന്നുമാണ് ജോൺ പോൾ ഒന്നാമൻ അതേക്കുറിച്ച് പിന്നീട് അനുസ്മരിക്കുന്നത്.
സെപ്റ്റംബർ 27 ജനറൽ ഓഡിയൻസിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ അവസാനത്തെ ജനറൽ ഓഡിയൻസ് ആയിരിക്കുമെന്ന് ജോൺ പോൾ ഒന്നാമൻ കരുതിയിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് അതായിരുന്നു. ആ ദിവസം ജോൺ പോൾ പാപ്പ വിശ്വാസികളോട് സംസാരിച്ചത് തന്നെ അമ്മ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: എൻ്റെ ദൈവമേ, എല്ലാറ്റിനുമുപരി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അനന്തമായ നന്മയും ഞങ്ങളുടെ നിത്യസന്തോഷവുമായ ദൈവമേ, അങ്ങ് നിമിത്തം ഞാൻ എൻ്റെ അയൽക്കാരനെ എന്നെപ്പോലെ സ്നേഹിക്കുകയും അവൻ ചെയ്ത കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. ഓ കർത്താവേ, ഞാൻ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയിൽ ജോൺ പോൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കൃത്യ പോയിന്റിൽ ദൈവത്തോടുള്ള സ്നേഹം അവസാനിപ്പിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ സഹായത്തോടെ കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ വളരുക എന്ന ആഹ്വാനമാണ് പാപ്പ മുഴക്കിയത്. ജോൺ പോൾ ഒന്നാമൻ്റെ വ്യക്തിത്വത്തെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ചരിത്ര പുരുഷന്മാർ, വിശുദ്ധർ, പ്രശസ്ത എഴുത്തുകാർ എന്നിവരെയെല്ലാം സംബോധന ചെയ്തുകൊണ്ട് തുറന്ന കത്തുകൾ എന്ന രീതിയിൽ അവർക്ക് കത്തുകൾ എഴുതിയിരുന്നു. ചിലത് സാമൂഹിക വ്യാഖ്യാനത്തിൻ്റെ രൂപത്തിലും മറ്റു ചിലത് സ്പിരിച്വൽ റിഫ്ലക്ഷൻ എന്ന രീതിയിലുമായിരുന്നു. ഭയത്തോടെ യേശുക്രിസ്തുവിന് എഴുതിയ കത്തുകൾ പോലും അതിലുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു മരണം വന്ന് ജോൺ പോൾ ഒന്നാമനെ കൂട്ടിക്കൊണ്ടുപോയത്. ജോൺ പോൾ ഒന്നാമൻ്റെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇന്നും വ്യക്തമായ ദൂരീകരണം സംഭവിച്ചിട്ടില്ല. എന്നാൽ ആ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സമീപകാല ശ്രമങ്ങളൊന്നാണ് വത്തിക്കാൻ റിപ്പോർട്ടർ സ്റ്റെഫാനിയ ഫലാസ്ക 2017 പ്രസിദ്ധീകരിച്ച കൃതി ജോൺ പോൾ ഒന്നാമൻ ദി ക്രോണിക്കൽ ഓഫ് എ ഡെത്ത് എന്നാണ് അതിൻ്റെ പേര്. ജോൺ പോൾ ഒന്നാമൻ്റെ അവസാന നാളുകളെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു കൃതിയായിരുന്നു അത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, വത്തിക്കാൻ രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കൃതി രചിച്ചിരിക്കുന്നത്. മരണത്തിന് തലേന്ന് വൈകുന്നേരം 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ വേദന പാപ്പയ്ക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്നും അത്താഴത്തിന് മുമ്പ് തൻ്റെ സെക്രട്ടറി മോൺസിഞ്ഞോർ ജോൺ മാഗിക്കൊപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പാണ് ഈ വേദന അനുഭവപ്പെട്ടതെന്നും പുസ്തകത്തിൽ പറയുന്നു. ഡോക്ടറെ വിളിക്കാമെന്നുള്ള നിർദ്ദേശം പാപ്പ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. ദേഹവിയോഗത്തിന് ശേഷം ഡോക്ടർ റെനാറ്റോ ബുസോനെറ്റിയ തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. എന്നാൽ ഇതിന് വിരുദ്ധമായ പല ഊഹാപോഹങ്ങളും വൻതോതിൽ വ്യാപിച്ചിട്ടുണ്ട്. വിഷം കൊടുത്ത് ഉള്ള കൊലപാതകം പോലും അക്കൂട്ടത്തിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. വത്തിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടക്കാത്തത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത്. എംബാം ചെയ്യപ്പെടുമ്പോൾ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളും രക്തവും നീക്കം ചെയ്യാറുണ്ട്. ഇക്കാരണത്താൽ മരണകാരണം കണ്ടെത്താനുള്ള മറ്റ് സാധ്യതകളും ഇല്ലാതെയായി. വത്തിക്കാൻ ബാങ്കിലെ അഴിമതി കണ്ടെത്തിയതിനാൽ ജോൺ പോൾ ഒന്നാമന്റെ ജീവൻ അപകടത്തിലായിരുന്നുവെന്ന് 1984 പുറത്തിറക്കിയ ഇൻ ഗോസ് നെയിം എന്ന പുസ്തകം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ജോൺ പോൾ ഒന്നാമന്റെ മരണം സംബന്ധിച്ച യഥാർത്ഥ കാരണം എന്താണെന്ന് ഉറപ്പിച്ചു കഴിയാൻ നമുക്ക് കഴിയില്ല. ജോൺ പോൾ സ്വാഭാവികമായ കാരണങ്ങളാൽ മരണമടഞ്ഞുവെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാമകരണ നടപടികളുടെ ഭാഗമായുള്ള രേഖകളും പിന്തുണയ്ക്കുന്നത്. 1976 സെപ്റ്റംബർ 28 വൈകുന്നേരം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ മരണമടഞ്ഞിട്ടുണ്ടാവാം എന്നാണ് പൊതു നിഗമനം. മരണ ദിവസം രാത്രി 10 മണിയോടെ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ കാതുകളിലെത്തി. റോമിലെ പാർട്ടി ഓഫീസിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേരെ നടത്തിയ വെടിവയ്പ്പിന്റെ വാർത്തയായിരുന്നു അത്. അതിലൊരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യുവാക്കൾ പോലും പരസ്പരം കൊല്ലുന്നു എന്ന് ഖേദപൂർവ്വം പറഞ്ഞുകൊണ്ടാണത്രേ അദ്ദേഹം ഉറങ്ങാനായി പോയത്. ഇതിന്റെ പിറ്റേന്ന് സെപ്റ്റംബർ 29 രാവിലെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ മുറിയിൽ കണ്ടെത്തിയത്. അപ്പോഴും ആ മുറിയിൽ വെളിച്ചം അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദപുസ്തകം വായിച്ചു മടക്കാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ച വിവരം ആദ്യം അറിഞ്ഞത് ആര് എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വത്തിക്കാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് ജോൺ പോൾ ഒന്നാമന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത്. എന്നാൽ സിസ്റ്റർ വിൻസെൻസ ടാഫറലാണ് മൃതദേഹം കണ്ടെത്തിയെന്നാണ് മറ്റൊരു വാദം. സാക്രിസ്റ്റിയിൽ രാവിലെ വന്ന് കാപ്പി കുടിക്കുന്നത് ജോൺ പോൾ ഒന്നാമന്റെ ശീലമായിരുന്നു. എന്നാൽ 5:15 അദ്ദേഹം കാപ്പി കുടിച്ചില്ലെന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ വിൻസെൻസ പാപ്പയെ അന്വേഷിച്ച് മുറിയിലെത്തുകയും പാപ്പ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അത്രേ. പാപ്പ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന ചോദ്യത്തോടെ വാതിൽക്കലെത്തി മുട്ടുകയും വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നുവെന്ന് സിസ്റ്റർ പറയുന്നു.
പാപ്പ മരിച്ചു കിടക്കുന്നത് കണ്ട് ഭയപ്പെട്ട സിസ്റ്റർ വിൻസെൻസ സിസ്റ്റർ മാർഗരറ്റ മാരിനെ വിളിച്ചുകൊണ്ടുവരികയും അങ്ങനെ അവർ രണ്ടുപേരും പാപ്പയുടെ മൃതദേഹം കണ്ട സാക്ഷികളായി തീരുകയായിരുന്നു. ജോൺ പോൾ ഒന്നാമന്റെ മരണത്തെക്കുറിച്ച് നിലവിലെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിന്റെ അഭിപ്രായം കുറെ കൂടി സംഗതമാണ്. അദ്ദേഹം പറയുന്നത് ജോൺ പോൾ ഒന്നാമൻ പാപ്പയുടെ പെട്ടെന്നുള്ള മരണം വസ്തുതകളെക്കാൾ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി സിദ്ധാന്തങ്ങൾക്കും സംശയങ്ങൾക്കും അനുമാനങ്ങൾക്കും പ്രചോദനമായെന്നാണ്. ഇതുതന്നെയാണ് വാസ്തവവും. ജോൺ പോൾ ഒന്നാമനാണ് ഏറ്റവും കുറഞ്ഞ ദിവസം പത്രോസിന്റെ സിംഹാസനം അലങ്കരിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 1978 ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 28 വരെയുള്ള 33 ദിവസങ്ങൾ. എന്നാൽ 27 ദിവസങ്ങൾ മാത്രം മാർപ്പാപ്പയായിരുന്ന വ്യക്തിയുമുണ്ട്. ലിയോ 11 പാപ്പയായിരുന്നു അത്. 1978 പല രീതിയിലും ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. കാരണം അതേ വർഷം 2 കോൺക്ലേവുകൾ നടന്നു. ഒന്ന്, പോൾ ആറാമന്റെ മരണത്തിന് ശേഷം അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ്. 2, ജോൺ പോൾ ഒന്നാമന്റെ മരണത്തിന് ശേഷം പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ്. 2 കോൺക്ലേവുകളിലും യഥാക്രമം ജോൺ പോൾ ഒന്നാമനും ജോൺ പോൾ രണ്ടാമനും തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നതും സഭയിലെ ചരിത്രത്തിലെ സുവർണരേഖ. 2003 ജോൺ പോൾ ഒന്നാമന്റെ നാമകരണ നടപടികളുടെ രൂപതാതല പ്രവർത്തനങ്ങൾ വെനീസിലെ ബെല്ലൂനോ രൂപതയിൽ ആരംഭിച്ചത്. 2017 പാപ്പയെ ധന്യ പദവിയിലേക്ക് ഉയർത്തി. 2022 സെപ്റ്റംബർ 4 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച അത്ഭുതം തലച്ചോറിന് ഗുരുതരമായ രോഗം ബാധിച്ച അർജന്റീനക്കാരി പെൺകുട്ടിക്കുണ്ടായ അത്ഭുതകരമായ രോഗശാന്തിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ ഒന്നാമനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ കർദിനാൾ മാർസലോ സെമറാറോ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 25,000-ഓളം പേർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഇനിയൊരു അത്ഭുതം കൂടി ജോൺ പോളിന്റെ മധ്യസ്ഥതയിൽ നടന്നാൽ അദ്ദേഹത്തെ കത്തോലിക്ക സഭയുടെ വിശുദ്ധനായി ഉയർത്തും. അതോടെ തന്റെ കാലഘട്ടത്തിൽ ഒരാളെപ്പോലും വാഴ്ത്തപ്പെട്ടവനോ വിശുദ്ധനായി പ്രഖ്യാപിക്കാത്ത ജോൺ പോൾ ഒന്നാമൻ പാപ്പ വിശുദ്ധ ജോൺ പോൾ ഒന്നാമനാകും. ആ ദിവസത്തിനു വേണ്ടി, ആ നിമിഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.